ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. സഹനം പാർട്ട് 6. അരുന്ധതി അടിവെച്ച് വിനുവിന്റെ മുൻപിലെത്തി. അവരുടെ മുഖത്തെ ചുവപ്പ് വർദ്ധിച്ചിരുന്നു. കണ്ണുകളിലെ കത്തൽ ഇരട്ടിച്ചിരുന്നു. വിനു വന്നതേ പരവശയായിട്ടാണ്. വല്ലാതെ തളർന്നു കുഴഞ്ഞ് വീഴാൻ പാകത്തിൽ. അരുന്ധതിയുടെ മുഖഭാവം കണ്ടതോടെ അവൾ കൂടുതൽ തളർന്നു. ഇന്ദിരയും വിജയനെയും അവൾ കണ്ടു. അരുന്ധതി ഒരിക്കലും വിനുവിനോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. ആദ്യമായി കയർത്ത് സംസാരിച്ചിരിക്കുന്നു, അതും അന്യരുടെ മുൻപിൽ വെച്ച്. ആ പരവശതയും അവളിലുണ്ടായി. ആ പരവശതയോടെ തന്നെ അവൾ നോക്കി. സമയം 6 ഇത്രയും സമയം നീ എവിടെ ആയിരുന്നു? കളിക്കൂട്ടുകാർക്കിടയിൽപ്പെട്ട് വൈകി എത്തിയ കുട്ടിയോട് ചോദിക്കുന്ന ദേഷ്യവും ഗൗരവവും അരുന്ധതിയുടെ ശബ്ദത്തിൽ കലർന്നു. അല്ലെങ്കിൽ സ്കൂൾ കുട്ടിയോട് ടീച്ചർ ചോദിക്കുന്നത് പോലെ. വിനു പകച്ചു മൂവരെ നോക്കി. 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതല്ലേ? വീണ്ടും അതേ ചോദ്യം. ആ അതെ. സ്റ്റാൻഡിലേക്ക് വരാൻ 5 മിനിറ്റ്, വണ്ടി ഇവിടെ എത്താൻ 15 മിനിറ്റ്. 5:20, 5:30 മുമ്പ് എത്രയായാലും ഇവിടെ എത്താം. പക്ഷെ വന്നത് 6. അരമണിക്കൂർ എന്തുകൊണ്ട് വൈകി? വീനു ദയനീയമായി അരുന്ധതിയെ നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ വിജയന് പോലും വിഷമം തോന്നി. താൻ ഓടി ഇവിടെ വരരുതായിരുന്നു. വന്നാൽ തന്നെ അരുന്ധതി അമ്മയോടൊന്നും പറയരുതായിരുന്നു. എത്ര സ്നേഹവതിയായാലും അമ്മായിയമ്മ തന്നെ. മരുമകൾ വന്നു കയറിയവളും. പോരെങ്കിൽ മകൻ മരിച്ച മരുമകൾ ഒരധികപ്പറ്റായിരിക്കെ. തെറ്റായിപ്പോയി താൻ ചെയ്തത്. അതേടാ, തെറ്റ് തന്നെ. നീ മഹാദ്രോഹമാണടാ ചെയ്തത്. ഗർഭിണിയായ ഒരു പാവം പെണ്ണിനെയാണോടാ നീ ദ്രോഹിച്ചത്? അങ്ങനെയൊക്കെ പറയുന്ന വിധത്തിൽ ഇന്ദിര മകനെ രൂക്ഷമായി നോക്കി. പറയ്, എന്തുകൊണ്ട് വൈകി? ടൗണിൽ വെച്ച് അനന്തുവിനെ കണ്ടു. അനന്തുവിനെ? നമ്മുടെ അനന്തുവിനെ? ശ്വാസം പിടിച്ചു നിർത്തിയതുപോലെ അരുന്ധതി ചോദിച്ചു. വിനു എന്തെങ്കിലും നുണ പറഞ്ഞ് വൈകിയതിനെ ന്യായീകരിക്കുമെന്നാണ് അവർ കരുതിയത്. ശ്വാസം നിർത്തി തന്നെയാണ് വിനു പറയുന്നത്. അതെ, വിനു സത്യം തന്നെ പറഞ്ഞു. കണ്ടെന്ന് വെച്ച് ഇത്രയും സമയം വൈകുമോ? എന്നെ കോഫി ഹൗസിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് നീ പോയോ? ഉവ്. ഇവിടെ വന്ന് കാപ്പി കുടിച്ചാൽ പോരായിരുന്നോ? വിനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വരം പതറി. കാപ്പി കുടിക്കാൻ പോയതല്ല. പിന്നെ? അനന്തു പറഞ്ഞു. അനന്തു കെട്ടാൻ പോകുന്ന പെണ്ണ് കോഫി ഹൗസിലുണ്ട്, പരിചയപ്പെടുത്തി തരാം. ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന്. വിനു വിതുമ്പിപ്പോയി. അരുന്ധതിയുടെ മിഴികളിലെ കത്തലടങ്ങി. അവർ വിജയനെ നോക്കി. അയാൾ ചമ്മി ആകെ പരുങ്ങലിൽ ഇന്ദിരയുടെ പിന്നിലേക്ക് വലിഞ്ഞു. ഇന്ദിരയ്ക്കും അകം കുളിർത്തു. വിനുവിൻ്റെ മറുപടി കേട്ടപ്പോൾ ആശ്വാസവുമായി. അകത്തേക്ക് പൊയ്ക്കോളൂ മോളെ, അരുന്ധതി പറഞ്ഞു. ഓടുകയായിരുന്നു വിനു. ശ്വാസം മുട്ടി പിടയുകയായിരുന്നു. അമ്മ ആദ്യമായി തന്നെ ശാസിച്ചു, ചോദ്യം ചെയ്തു. ഒരു പരാതി ഉണ്ടാവില്ലായിരുന്നു. അമിതമായ സ്നേഹപരിലാളനയ്ക്കിടയിൽ ഒരു ശാസനയും ദേഷ്യവും ഒട്ടും അധികപ്പറ്റാവില്ല. പക്ഷേ അന്യരുടെ മുൻപിൽ വെച്ച്, അതും ആ വിജയന്റെ മുൻപിൽ വെച്ച്, മദ്യപനും തെമ്മാടിയും തല്ലുകൊള്ളിയുമായ അയാളുടെ മുൻപിൽ വെച്ച്. അയാൾക്ക് നാട്ടിൽ പാട്ടാക്കാം, കഥകളുണ്ടാക്കി ഷാപ്പിൽ വിളമ്പാം. അന്യർക്ക് മുമ്പിൽ ഏറ്റവും നന്നായി പെരുമാറാൻ അറിയാവുന്ന അമ്മയ്ക്ക് ഇതെന്തു പറ്റി? താൻ ജോലിക്ക് പോയത്, ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയതൊക്കെ ഇന്ന് ആദ്യമായിട്ടാണ്. രാവിലെ അവിടെ കൊണ്ടാക്കിയ അമ്മയുടെ സ്നേഹം തെങ്ങിയ മുഖമായിരുന്നില്ലല്ലോ തിരിച്ചു വന്നപ്പോൾ കണ്ടത്. അതോർക്കവേ വിനു വിമ്മിപ്പൊട്ടി. വിഷ്ണു? അവളുടെ അന്തരംഗം മന്ത്രിച്ചു. അറിഞ്ഞോ വിഷ്ണു, നമ്മുടെ അമ്മ എന്നോട്? മോളെ, പെട്ടെന്ന് അരുന്ധതിയുടെ സ്വരം. അവൾ തിരിഞ്ഞു നോക്കി. വിനുവിനരികിൽ കട്ടിന്മേൽ ഇരിക്കുകയാണ് അരുന്ധതി. അവളുടെ ചുമലിൽ കൈ വെച്ചിരിക്കുന്നു. വിനു എണീറ്റിരുന്നു. അവൾക്കപ്പോൾ കൂടുതൽ സങ്കടമാണ് ഉണ്ടായത്. അമ്മ മോളെ സങ്കടപ്പെടുത്തി. അരുന്ധതി അവളുടെ ചുമലിൽ തലോടി, മുടിയിഴകളിലും തലോടി. അവൾ നനഞ്ഞ മിഴികൾ ഉയർത്തി നോക്കി. അവൾ കണ്ടു അമ്പരപ്പിൽ. അരുന്ധതിയുടെ മുഖത്തെപ്പോൾ കത്തുന്ന ഭാവമില്ല, പകരം സങ്കടം, മിഴികളിലും നനവ്. മോളെ, അമ്മ വഴക്കു പറഞ്ഞു, അതും ആ വിജയന്റെ മുൻപിൽ വെച്ച്. അമ്മ ചെയ്തത് തെറ്റാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടല്ലേ? അവൾ മിഴികൾ അടച്ചു. പക്ഷേ ഇന്നത് തെറ്റായിരുന്നില്ല മോളെ. അവൾ നോക്കി. നീയും അനന്തവും ടൗണിൽ വെച്ച് സംസാരിച്ചതും കോഫി ഹൗസിൽ കയറുന്നതും യാദർച്ഛികമായി വിജയം കണ്ടു. അവനത് പറയാൻ ആ നിമിഷം തന്നെ ഓട്ടോയിൽ പറന്നിവിടെ വന്നു. വിനു ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിന് അവൻ എന്ത് ഗൗരവം കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം, അല്ലേ? അവനെ പോലൊരുവന് ഒരുപാട് കഥകൾ മെയ്യാം. ഓട്ടോക്കാർക്കും ഷാപ്പിലെ കുടിയന്മാർക്കും രസിക്കാൻ പാകത്തിൽ കഥകൾ, അല്ലേ? വിനു വിറങ്ങലിച്ചിരിക്കുകയാണ്. അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ വേണം സത്യം വെളിപ്പെടുത്താൻ. അവൻ്റെ നാവ് ഇവിടെ വെച്ച് കെട്ടണം.
അതിനാണ് അമ്മ ചോദ്യം ചെയ്തത്. എൻ്റെ മോളെക്കുറിച്ച് ആരും അങ്ങനെ കെട്ടുകഥകൾ പാടി നടക്കാൻ ഈ അമ്മ സമ്മതിക്കില്ല. അമ്മേ, ഞാൻ വിനു അവരുടെ തോളിലേക്ക് ചാരിയിരുന്ന് തേങ്ങിക്കരഞ്ഞു. കരയണ്ട മോളെ, കരയാൻ ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. കരയാതിരിക്കാനുള്ള വഴിയല്ല അമ്മ നോക്കിയത്. വിനു മുഖം ഉയർത്തി. അവളുടെ കണ്ണുകൾ തോർന്നില്ല, കരച്ചിൽ നിന്നതുമില്ല. എന്താ വിനു? എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടമ്മേ, വിനു പറഞ്ഞു. എന്തായാലും ഇനി പിന്നെ പറയാം. മോൾ ആദ്യം വസ്ത്രം മാറ്റി ധരിക്കും, എന്നിട്ട് വരൂ. അമ്മ നല്ല ഇലയട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു അമ്മ. അമ്മയും കഴിച്ചിട്ടില്ല, വന്നോളൂ. അരുന്ധതി എണീക്കാനാഞ്ഞു. അമ്മേ, വിനു അവരെ പിടിച്ചിരുത്തി. എന്താ മോളെ? അനന്ത് കോഫി ഹൗസിലുണ്ടെന്ന് പറഞ്ഞ പെണ്ണിനെ കണ്ടോ എന്ന് അമ്മ ചോദിച്ചില്ലല്ലോ. അരുന്ധതിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അനന്ത് കള്ളം പറഞ്ഞതായിരുന്നമ്മേ. അരുന്ധതി അവളെ തുറച്ചു നോക്കി. അനന്ത് പറഞ്ഞ പെണ്ണ്, കാണിക്കാമെന്ന് പറഞ്ഞ പെണ്ണ്, അത് വിനു ആകെ പരവശയായിരുന്നു. എനിക്കറിയാം വിനു, അരുന്ധതി പറഞ്ഞു. അവൻ കാട്ടിത്തന്ന പെണ്ണ് നീ തന്നെയാണെന്ന്. അമ്മേ, വിനു ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അവൾ ഒറ്റ നിമിഷം കൊണ്ട് വിയർത്തു കുളിച്ചു. അപ്പോൾ അമ്മയോട് അനന്ത് പറഞ്ഞിരുന്നോ? അമ്മയ്ക്ക് അറിയായിരുന്നോ? ഒവ്, അരുന്ധതി സമ്മതിച്ചു. എന്നിട്ട്? അവൾ കിതച്ചു. എന്നിട്ടെന്താ? അരുന്ധതി നോക്കി. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട്? അരുന്ധതി മുഖം താഴ്ത്തി. അമ്മേ, വിനു ആ മുഖം പിടിച്ചുയർത്തി. പറയൂ, അമ്മ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? എൻ്റെ വിഷ്ണു ജീവിച്ചിരുന്നെങ്കിൽ അനന്ത് ഇങ്ങനെ ചോദിക്കില്ലായിരുന്നു. ചോദിച്ചാൽ ഞാൻ അവൻ്റെ കരണത്തടിച്ച് പല്ല് തെറിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ മകനില്ല. അതുകൊണ്ട് അനന്ത് ചോദിച്ചത് നിന്നെയാണ്, മറുപടി പറയേണ്ടത് നീയാണ്. അമ്മേ, വിനുവിൻ്റെ സ്വരം അമർന്നു. അരുന്ധതി നോക്കി. അമ്മയ്ക്ക് എൻ്റെ മേൽ തീരുമാനങ്ങളൊന്നുമില്ലേ? നീ എൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു മോളെ, അരുന്ധതി പറഞ്ഞു. വിഷ്ണു മരിക്കുന്നത് വരെയും ഈ വീട്ടിൽ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടായിരുന്നു. സ്വന്തം വ്യക്തിത്വത്തിൽ പോലും അതുണ്ടായിരുന്നു, ഇല്ലേ? അവൾ ശരിയെന്ന് തലയാട്ടി. അവൻ്റെ മരണശേഷവും നിനക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ട്. അത് മുന്നോട്ടുള്ള ജീവിതത്തിനും ഉണ്ട്. ഒന്നിനും ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. ഒന്നിനും ഞാൻ തടസ്സമാവുകയില്ല. അങ്ങനെയാകുന്നതാണ് എൻ്റെ ഇഷ്ടം. അമ്മ പറയുന്നത് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ടെന്നാണ്. തീരുമാനം? എന്ത് തീരുമാനമാണമ്മേ എനിക്കിനി? എൻ്റെ ജീവിതം കഴിഞ്ഞു പോയില്ലേ? പോയാൽ എൻ്റെ സ്ത്രീത്വത്തിന് സാഫല്യവും തന്നു. ഈ ജീവിതത്തിന് എനിക്ക് എന്താ അമ്മേ വേണ്ടത്? അരുന്ധതി വിനുവിനെ നോക്കി. അവരുടെ കണ്ണുകൾ കവിയുകയായിരുന്നു. വിഷ്ണുവിൻ്റെ പെണ്ണായിരുന്നു ഞാൻ. അമ്മയുടെ മരുമോളുമായി. ഇനി മറ്റൊരാളുടെ പെണ്ണാവില്ല ഞാൻ. മറ്റാർക്കും ഞാൻ മരുമോളും ആകില്ല. തെല്ലുറച്ചിരുന്നു അവളുടെ സ്വരം. അരുന്ധതി നേരിയതിൻ്റെ തുമ്പ് കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, വിനു ഓർമ്മിപ്പിച്ചു. അനന്തു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഗർഭിണിയാണെന്ന് ഓർമ്മിപ്പിക്കാമായിരുന്നു. സ്നേഹത്തിന് ഒന്നും ഒരു തടസ്സമല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മോളെ. ഗർഭവും തടസ്സമല്ലെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. അനന്തൂന് അതും പ്രശ്നമല്ലെന്ന്. പക്ഷേ എനിക്കെൻ്റെ ഗർഭം പ്രശ്നമാണമ്മേ. 3 വർഷം കൊതിച്ച് കാത്തിരുന്ന് കിട്ടിയത്. ഇതെനിക്ക് നിസ്സാരമല്ല, വലിയത് തന്നെയാണ്. വിനു തുടർന്നു. അമ്മയ്ക്ക് ഇക്കാര്യം എന്നോട് നേരത്തെ ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു. എങ്കിൽ എനിക്ക് ഇന്ന് ഈ അബദ്ധം വരില്ലായിരുന്നു. അനന്തുവിനോടൊപ്പം കോഫി ഹൗസിൽ പോകേണ്ടതായി വരില്ലായിരുന്നു. എന്താണ് മോളെ ഞാൻ നിന്നോട് പറയുക? ദീർഘസുമംഗലിയായിരിക്കാൻ സിന്ദൂരം ചാർത്തി ആശീർവദിച്ച് ഈ വീട്ടിലേക്ക് നിന്നെ പിടിച്ചു കയറ്റിയവളാണ് ഞാൻ. എൻ്റെ കണ്ണടഞ്ഞാലും ഈ വീട്ടിൽ നീ ഉണ്ടാകണമെന്ന് അന്നു മുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. ആ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ തന്നെ പറയണോ മോളെ? അരുന്ധതി വീണ്ടും നിറമിഴികൾ തുടച്ചു. ആ സ്വരം പതറി. നീ പോയാൽ ഞാൻ പിന്നെ തനിച്ച്. അരുന്ധതി ഇത്തവണ പൊട്ടിത്തുറന്ന് കരഞ്ഞുപോയി. വിനുവിനും കരയാനേ കഴിഞ്ഞുള്ളൂ. ഇല്ലമ്മേ, അമ്മയെ വിട്ട് ഈ വീട് വിട്ട് ഞാൻ എങ്ങും പോകില്ലമ്മേ, ഉറപ്പ്, വിനു അവരുടെ കൈന്മേൽ പിടിച്ചു പറഞ്ഞു. അരുന്ധതി കണ്ണുകൾ തുടച്ചു. വിനു ഡ്രസ്സ് മാറ്റി അരുന്ധതിയോടൊപ്പം വിനു അടുക്കളയിലെത്തിയപ്പോൾ സങ്കടം മുറ്റി നിൽക്കുകയായിരുന്നു ഇന്ദിര. അവൻ എന്തോ കരുതി ഓടി വന്നത് അരുന്ധതി ചേച്ചി. വല്ലാണ്ട് വിഷമിച്ചാണ് അവൻ പോയത്, ഇന്ദിര പറഞ്ഞു. വിനുമോളോടും ക്ഷമ ചോദിച്ചെന്ന് പറയാൻ പറഞ്ഞു. സാരയില്ലേ ചേച്ചി, വിനു പറഞ്ഞു. നടന്നതല്ലേ പറയുള്ളൂ വിജയൻ. പക്ഷേ നടന്നതുപോലെ അല്ല അവൻ ധരിച്ചത്. സാരമില്ല, വിനു വീണ്ടും പറഞ്ഞു. അതോടെ വിനുവിനൊരു സത്യം ബോധ്യമായി. താൻ ഭർത്താവ് മരിച്ചവളാണ്, വിധവയാണ്. ഒരു വിധവയ്ക്ക് ചുറ്റും എപ്പോഴും കണ്ണുകളുണ്ടാവും, തുറന്നിരിക്കുന്ന കണ്ണുകൾ.
പല വിധത്തിൽ നിറം കലർന്ന കാഴ്ചകളുള്ള കണ്ണുകൾ. സൂക്ഷിക്കണം. ഓരോ അടി വെക്കുമ്പോഴും ആ കണ്ണുകളെ സൂക്ഷിക്കണം. എങ്ങോട്ട് തിരിയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ആ കണ്ണുകളെ ഭയപ്പെടണം. സ്വയം വിലയിരുത്തുമ്പോൾ അവൾക്ക് മനസ്സിലായി, അനന്തുവിനോടൊപ്പം കോഫി ഹൗസിൽ പോയത് തെറ്റായിപ്പോയി. ആര് എന്തിന് എങ്ങോട്ട് വിളിച്ചാലും ഇനിമേലൊരു ചൂണ്ടുവിരൽ തനിക്ക് നേരെ ഉണ്ടെന്നുള്ളത് ഓർക്കണം. ഓർത്തേ തീരൂ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കം കൺപോളകളെ തഴുകും വരെയും വിനു മനസ്സിലിട്ട് ഉരുക്കി തണുപ്പിച്ചുറപ്പിച്ചത് ആ തീരുമാനമാണ്. പ്രഭാകരൻ ചിറ്റാഴത്തേക്ക് പോയത് രാജേശ്വരിയും കൂട്ടിയാണ്. അയാളുടെ മനസ്സിൽ വ്യക്തമായ ചില കണക്ക് കൂട്ടലുകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും വിനുവിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എപ്പോഴും ചേട്ടത്തിലൂടെ മാത്രമേ കഴിയൂ. തന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ സ്ഥിതിക്ക് ഉടൻ വീണ്ടും ചെന്നാൽ ഇനി എങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്നറിയില്ല. അത് പ്രശ്നപരിഹാരത്തിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രഭാകരൻ അടവ് മാറ്റി ചവിട്ടിയത്. ശ്രീനിവാസനെ ഇടപെടുത്തുക. സ്വന്തം മകളുടെ മേൽ അയാൾക്കും അധികാരമുണ്ടല്ലോ. ആ അധികാരം അയാൾ പ്രയോഗിക്കുമ്പോൾ അരുന്ധതിക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് വരും. ആ അവസരത്തിൽ താൻ വീണ്ടും രംഗത്ത് വരണം. അതാണ് പ്രഭാകരന്റെ പ്രതീക്ഷ. പ്രഭാകരനെയും രാജേശ്വരിയും അതീവ സന്തോഷത്തോടെ ശ്രീനിവാസനും ലീലാവതിയും സ്വീകരിച്ചു. കപ്പപ്പുഴക്കും പുഴ മീനും കൂട്ടി കഴിക്കുന്നതിനിടയിൽ ഡൈനിങ് ടേബിളിൽ വെച്ചാണ് പ്രഭാകരൻ കാര്യത്തിലേക്ക് കടന്നത്. എൻ്റെ മോൻ അനന്തുവിന് വേണ്ടി ഒരു ആലോചനയായിട്ടാണ് ഞങ്ങൾ വന്നത്. കുറച്ചുകൂടി വിളമ്പാനായി മീൻകറിയുമായി ഡൈനിങ് റൂമിലേക്ക് വന്ന അനുവിൻ്റെ പാദങ്ങൾക്ക് പൊടുന്നനെ വേരുവെച്ചു. ആലോചന? ശ്രീനിവാസന്റെ കണ്ണുകളിൽ തിളക്കമുണ്ടായി. തന്നെ കല്യാണാലോചന. അനുവിൻ്റെ കവിളിൽ നാണം പൊടിച്ചു. കറിപ്പാത്രവുമായി അവൾ പിന്നോട്ട് വലിഞ്ഞു. അനന്തു. അനു ആ രൂപം മനസ്സിൽ വരച്ചെടുക്കാൻ തുനിഞ്ഞു. സുഭകനാണവൻ. ആര് കണ്ടാലും കൊതിക്കും സ്വന്തമായി കിട്ടാൻ. ആരോരും അറിയാതെ അതീവ രഹസ്യമായി അനുവും മോഹിച്ചിട്ടുണ്ടവനെ. ആരോടും പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. തൻ്റെ മനസ്സ് ആൾ കണ്ടറിഞ്ഞിട്ടുണ്ടോ? അതാണോ തന്നെ ആലോചിക്കാൻ എത്തിയത്? അതോ തന്നെ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടോ? ശ്രീനിവാസനും ലീലാവതിക്കും ഒക്കെ സന്തോഷമായി. നമ്മൾ കൂടിക്കഴിഞ്ഞവർ തന്നെ വീണ്ടും ബന്ധപ്പെടുന്നതിൽ എന്താ തെറ്റ്? പ്രഭാകരൻ ചോദിച്ചു. ഒരു തെറ്റുമില്ല. ശ്രീനിവാസൻ ശരിവെച്ചു. നമ്മളൊക്കെ തമ്മിലാകുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല, അന്വേഷിക്കാനുമില്ല. നടത്തുകയേ വേണ്ടൂ. അതിനായിട്ടൊരു തീയതിയും കുറിക്കണം. അത്ര തന്നെ, രാജേശ്വരി പറഞ്ഞു. അത് തന്നെ, അത്രേ ഉള്ളൂ, ലീലാവതിയും പറഞ്ഞു. പക്ഷെ ഒറ്റ തടസ്സമേ ഉള്ളൂ. അതാണിവിടെ പ്രശ്നം, പ്രഭാകരൻ പറഞ്ഞു. എന്ത് തടസ്സം? എന്ത് പ്രശ്നം? ശ്രീനിവാസന് മനസ്സിലായില്ല. ചേട്ടത്തിക്ക് സമ്മതമല്ല. അരുന്ധതിക്കോ? അതെ. അവരെന്തിനെതിർക്കണം? തന്നെപ്പോലെ തന്നെ എല്ലാവരും ആകണമെന്നാവും ചിന്ത. സ്നേഹം അധികരിച്ചിട്ടാണെങ്കിലും ചിലപ്പോഴത് ദോഷമായിട്ടേ ഭവിക്കൂ, പ്രഭാകരൻ പറഞ്ഞു. അത് ചേട്ടൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല. വിനുവും കുഞ്ഞും എന്നും ചേട്ടത്തിയോടൊപ്പം ഉണ്ടാകണമെന്നാണ് കടുംപിടുത്തം. അല്ലാതെന്താ? പക്ഷേ അനന്ത് ഒറ്റ കാലിൽ തന്നെ നിൽക്കുകയാണ്. പ്രസവം പിന്നീടല്ലേ. കഴിഞ്ഞാൽ ഈ മാസം തന്നെ വിവാഹം നടത്തണമെന്ന്. അകത്ത് അനുവിൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റും കറിയും താഴെ വീണു. അപ്പോൾ വിനുവിൻ്റെ കാര്യമാണല്ലേ? അതെ. അവളിപ്പോൾ ഗർഭിണിയല്ലേ പ്രഭാകര? അതിനെന്താ? അനന്തുവിനും ഞങ്ങൾക്കും അതിൽ എതിർപ്പില്ലല്ലോ ചേട്ടാ. എനിക്ക് എതിർപ്പുണ്ട്, ശ്രീനിവാസൻ പറഞ്ഞു. വിധവയാണ് എൻ്റെ കുട്ടി. കണ്ണീർ തോർന്നിട്ടില്ല. പോരെങ്കിൽ ഗർഭിണിയും. ഇപ്പോൾ അന്വേഷിക്കേണ്ടത് അവളുടെ വിവാഹമല്ല, സുഖപ്രസവമാണ്. ആ സമയത്ത് ഒരു കതിർമണ്ഡപം ഒരുക്കാൻ ഞാൻ തയ്യാറല്ല. എന്തിനാണ് കതിർമണ്ഡപം? രജിസ്റ്റർ വിവാഹം പോരെ? അത്ര തിടുക്കത്തിലൊരു ഭർത്താവിനെ തട്ടിക്കൂട്ടിയെടുക്കുന്ന എന്തിനാണ് പ്രഭാകര? അവൾ വഴിവിടച്ച് ഗർഭിണിയായതല്ലോ. പ്രഭാകരന്റെ മുഖം മങ്ങി. ശ്രീനിവാസൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. വിനുവിനെ ഭർത്തൃമതിയാക്കണം. അതെന്റെയും തീരുമാനമാണ്. പക്ഷെ ഒരു തിടുക്കവുമില്ല. സാവകാശം മതി. പ്രസവം കഴിഞ്ഞിട്ട് ആലോചിക്കാം വിവാഹത്തെപ്പറ്റി. അങ്ങനെ ആലോചിച്ചാലും അത് അനന്തവുമായിട്ടായിരിക്കില്ല. എൻ്റെ മരുമകൻ നന്ദനുമായിട്ടായിരിക്കും നടത്തുക. വെടിയേറ്റതുപോലെ പ്രഭാകരൻ ഞെട്ടിപ്പിടഞ്ഞു. നന്ദനോ? ചേട്ടന്റെ മരുമകൻ നന്ദൻ? പ്രഭാകരൻ അന്താളിപ്പോട് ചോദിച്ചു. അതെ, അവൻ തന്നെ, ശ്രീനിവാസൻ പറഞ്ഞു. അയാളൊന്ന് കെട്ടിയതല്ലേ? കെട്ടിയതാണ്. പക്ഷെ 6 മാസം പോലും കൂടെ കഴിഞ്ഞില്ല ഭാര്യ. ആക്സിഡന്റിൽ അവൾ മരിച്ചു. എൻ്റെ അനന്തു കന്യാദാനക്കാരനല്ലേ, ചെക്കനല്ലേ? ഓ, ഇനിയിപ്പം അങ്ങനെ ഒരു ആഗ്രഹം എന്തിനാ? അലക്ഷ്യമായി ശ്രീനിവാസൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചു, ഒരു കുട്ടിയുമായി. ഇനിയിപ്പോൾ കന്യാദാനക്കാരൻ തന്നെ വേണോന്ന് ആരാണ് ആഗ്രഹിക്കുക? അതല്ല, പക്ഷേ അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ആലോചിച്ചുകൂടെ? പ്രഭാകരൻ ചോദിച്ചു.
ആലോചിച്ചേനെ. നന്ദൻ ഉറപ്പ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവന് ഞാൻ വാക്കു കൊടുത്തുപോയി. എത്രയായാലും എൻ്റെ മോൾ എൻ്റെ അരികത്ത് തന്നെ വരുന്നതല്ലേ എനിക്കും ആശ്വാസം. പ്രഭാകരൻ ആകെ ഉഷ്ണിച്ചു. മനസ്സിൽ കൂട്ടിയെടുത്ത കണക്കുകൾ ഒറ്റ പെരുക്കത്തിന് 0 ആകുന്നു. പഴയ പട്ടാളക്കാരനാണ് ശ്രീനിവാസൻ. ഒട്ടും മോശമല്ല ഇപ്പോഴും, ബുദ്ധിയിലും പ്രവൃത്തിയിലും. ഇയാളുടെ കളി വിനുവിൻ്റെ പേരുള്ള ഭീമമായ ബാങ്ക് ബാലൻസ് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ കളിയിൽ വാശിയേറും. പ്രഭാകരനും രാജേശ്വരിയും പോന്നപ്പോൾ ശ്രീനിവാസൻ ലീലാവതിയോട് ചോദിച്ചു, കേട്ടോടി, വിഷ്ണു മരിച്ചിട്ട് ഇത്രേ ആയുള്ളൂ മാസം. ഗർഭിണിയുമാണ് വിനു. എന്നിട്ടും വിവാഹാലോചന. മനസ്സിലായോ നിനക്ക് എന്താണ് ലക്ഷ്യമെന്നും? പിന്നില്ലയോ? ലീലാവതി പുഞ്ചിരിച്ചു. കാള വാല് പൊക്കുന്നത് എന്തിനാ? സംശയിക്കാനുണ്ടോ? അതിന് തന്നെ. ശ്രീനിവാസൻ ചിരിച്ചു. ലീലാവതിയും. അനന്തുവിന് തൻ്റെ മനസ്സിലുള്ളത് വിനുവിനോടൊന്ന് പറഞ്ഞേ തീരൂ. അന്ന് കോഫി ഹൗസിൽ വെച്ച് സംസാരിക്കാൻ ആരംഭിച്ചതേ ഉള്ളൂ. വിനു എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. പറയാൻ ആരംഭിച്ചത് പറഞ്ഞു തീർക്കാത്തതിൻ്റെ ശ്വാസം മുട്ടലാണ് അനന്തുവിന് എപ്പോഴും. ശാന്തിയിലേക്ക് ചെല്ലാനാവില്ല. കൊട്ടാരപ്പറമ്പിലേക്ക് വിനു വരുന്നില്ല. അനന്തു താലൂക്ക് ഓഫീസിന് മുൻപിൽ കാത്തുനിന്നു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് വിനു കണ്ടത്. ഗേറ്റിന് വെളിയിൽ അനന്തു ബൈക്കിന്മേൽ ചാരി നിൽക്കുന്നു. വിനു വിളറിപ്പോയി. വിനുവിൻ്റെ ഒപ്പം മറിയാമ്മയും സുഭദ്ര നായരും ഉണ്ട്. വിനുവിൻ്റെ സീനിയർ സഹപ്രവർത്തകരാണ്. കൂർത്ത മുനയുള്ള കണ്ണുകളാണ് രണ്ടാൾക്കും. താൻ ഓരോ ഇഞ്ചും സൂക്ഷിച്ചേ നീങ്ങാവൂ. വിനു അവരോടൊപ്പം മുമ്പോട്ട് തന്നെ നടന്നു. അനന്തുവിനെ കാണാത്ത മട്ടിൽ തന്നെ. വിനുവിൻ്റെ ആ അവഗണന അനന്തുവിൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു വാശിയായി വളർന്നു. ഒന്നും സംസാരിക്കാൻ ശ്രമിച്ചു. എന്നതിലപ്പുറം താൻ അവൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇത്രയ്ക്ക് അവഗണിക്കാനാണ് ഭാവമെങ്കിൽ പറയാനുള്ളത് പറഞ്ഞിട്ടേ അനന്തു പിന്മാറുകയുള്ളൂ. രണ്ടിലൊന്ന് അറിഞ്ഞേ തീരൂ. മാസാവസാനം ശമ്പള ബില്ല് എഴുതി പൂർത്തിയാക്കിയ വിനു അതിൻ്റെ ബിൽ ഫോമുകളും ഷെഡ്യൂളുകളും ഒക്കെ എഴുതി മറിയാമ്മയ്ക്ക് മുൻപിൽ വെച്ചു. സാറേ, ഒന്ന് നോക്കിത്തരണം. ഞാൻ ആദ്യമായിട്ട് എഴുതണമല്ലേ, തെറ്റുണ്ടോയെന്നറിയില്ലല്ലോ. മറിയാമ്മ ബിൽ ഫോമും ഷെഡ്യൂളും നോക്കി തൃപ്തിയോടെ പറഞ്ഞു. വിനു ആദ്യ റൗണ്ടിൽ തന്നെ വിജയിച്ചിരിക്കുന്നു. വിനുവിന് സന്തോഷമായി. സാധാരണ ഡൈയിങ് ഇൻ ഹാർനസിൽ ജോലിക്ക് എത്തണവരിൽ മിക്കവരും മടിയാണ് കാട്ടുക. മറിയാമ്മ പറഞ്ഞു. അച്ഛൻ മരിച്ചതിന് പകരമായിട്ടോ ഭർത്താവ് മരിച്ചതിന് പകരമായിട്ടോ ഒക്കെ കിട്ടണ ജോലി. കാത്തിരിക്കണ്ട, ടെസ്റ്റ് എഴുതണ്ട. സർക്കാർ ഉള്ളം കയ്യിലോട്ട് വെച്ചു കൊടുക്കണ പണിയല്ലേ. ചിലർക്ക് അതിൻ്റെ അഹന്തയാണ്, നിരുത്തരാകത്തു. വിനു ഏതായാലും അക്കൂട്ടത്തിലല്ലല്ലോ. ഭാഗ്യം. വിനു പുഞ്ചിരിച്ചു. ഒരു കോംപ്ലിമെൻ്റായി ആ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് തിരിയുമ്പോഴാണ് കണ്ടത് ഓഫീസിൻ്റെ വാതുക്കൽ അനന്തു. ഞെട്ടലോടെ അവൾ നെഞ്ചിൽ കൈവച്ചു. പ്യൂൺ സുഗുണാമ്മ അടുത്തു വന്ന് പറഞ്ഞു, വിനു സാറിനെ കാണാൻ വന്നെന്ന് പറഞ്ഞു. ശ്വാസം തള്ളൽ പോലെ വിനു കതച്ചു. വിനു സാറിൻ്റെ ആരാ അത്? എൻ്റെ ആരുമല്ല, പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് അയാളെ അറിയില്ല. ചെവിക്കുള്ളിൽ ഈയ മുരുക്കി ഒഴിച്ച വേദനയോടെ അനന്തു കേട്ടു അത്. എൻ്റെ ആരുമല്ല, എനിക്ക് അയാളെ അറിയില്ല. അവൻ തളർന്നുപോയി. മെല്ലെ പിന്തിരിഞ്ഞു നടന്നു. വിനു സ്വന്തം സീറ്റിലേക്ക് അമർന്നിരുന്നു. വയറ്റിൽ വല്ലാത്തൊരു അള്ളിപ്പിടുത്തം. ഗർഭപാത്രത്തിന്റെ ഭിത്തികളിൽ അള്ളിപ്പിടിക്കുകയാണോ അതിനുള്ളിലെ ജീവൻ, അതോ ചവിട്ടി കുതിക്കുകയാണോ? വിനു അസഹ്യമായ നൊമ്പരത്തോടെ മേശമേൽ മുഖം അമർത്തിപ്പിടിച്ചിരുന്നു. ഏറെ നേരം മറിയാമ്മ വിനുവിൻ്റെ അടുത്തെത്തി. എന്തു പറ്റി വിനു? ഒന്നുമില്ല. ആ വന്നത് ആരാണ്? അറിയില്ല. വിനു മുഖമുയർത്താതെ അത്രയും പറഞ്ഞു. സങ്കടം കൊണ്ടവൾക്ക് നെഞ്ച് പിഞ്ഞി പറയുകയായിരുന്നു. അവിടെ ഇരിക്കാൻ തോന്നിയില്ല. മേനോൻ സാറിനോട് പറഞ്ഞിട്ട് വിനു നേരത്തെ ഇറങ്ങി. ആദ്യം കിട്ടിയ ഓട്ടോറിക്ഷയിൽ തന്നെ അവൾ കയറി ശാന്തിയിലെത്തി. അവളുടെ പരവശഭാവവും നിറഞ്ഞ കണ്ണുകളും കണ്ടപ്പോൾ അരുന്ധതിക്ക് പരിഭ്രാന്തിയായി. എന്തു പറ്റി മോളെ? അവർ ചോദിച്ചു. വിനു ഉറക്കെ കരഞ്ഞുകൊണ്ട് അകത്തേക്കോടി. അരുന്ധതി പിന്നാലെ എന്നു. എന്താന്ന് കാര്യം പറ വിനു, എന്നെ പേടിപ്പിക്കാതെ. അരുന്ധതി അവൾക്കരികിലിരുന്നു. വയറ്റിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? പിന്നെ അനന്തു? അനന്തു? അരുന്ധതി ഉദ്വേഗത്തോടെ ചോദിച്ചു. അനന്തു ഓഫീസിൽ വന്നിരുന്നു. അരുന്ധതി നടുങ്ങിപ്പോയി. പിന്നെ അവൻ? അവർ പല്ല് കടിച്ചു. വന്നിട്ട് എന്നെ കാണാനാ വന്നേന്ന് പറഞ്ഞു. എനിക്ക് അയാളെ അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. വിനു തലയണമേൽ മുഖം അമർത്തി കിടന്ന് ഉറക്കെ തേങ്ങി. സ്വൈര്യമായിട്ടൊന്ന് കരയാനോ സമാധാനമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഒന്ന് പ്രസവിക്കാൻ പോലുമോ സമ്മതിക്കില്ലല്ലോ അമ്മേ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? തിങ്ങി വിങ്ങി കരഞ്ഞ് അവൾ ചോദിച്ചു. 4-5 മാസം കഴിയുന്നതേ ഉള്ളൂ ഒരാളില്ലാതായിട്ട്. ഇത്ര പെട്ടെന്ന് മറ്റൊരാൾക്ക് സമ്മതം മൂളാനൊക്കെ പറയാൻ മാത്രം എന്ത് പാവമാണമ്മേ ഞാൻ ചെയ്തത്? അരുന്ധതി അവളെ തലോടി. സാന്ത്വനം
ആ കൈവിരലുകളിലൂടെ പകരാൻ എന്ന പോലെ. മോൾ സമാധാനമായി കിടന്നോളൂ, അമ്മ ഇതിന് വഴിയുണ്ടാക്കാം. വേണ്ടാന്ന് കരുതും തോറും ചെവിയുമേ കയറി കടക്കാന്ന് വെച്ചാൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അരുന്ധതി എഴുന്നേറ്റു, ഡ്രസ്സ് മാറി, പുറത്തിറക്കി ഇറങ്ങാൻ പറ്റിയ സാരി ധരിച്ചു. ധൃതിയിൽ നടന്നു കൊട്ടാര പറമ്പിലേക്ക്. അടുക്കളത്തോട്ടം നനയ്ക്കുകയായിരുന്നു പ്രഭാകരൻ. അരുന്ധതി അങ്ങോട്ട് തന്നെ ചെന്നു. അരുന്ധതിയുടെ മുഖം കണ്ടപ്പോഴേ പ്രഭാകരന് മനസ്സിലായി രംഗം പന്തിയല്ലെന്ന്. എന്താ ചേട്ടത്തി മുഖം വല്ലാണ്ടിരിക്കുന്നത്? പ്രഭാകരൻ അങ്ങോട്ട് സംഭാഷണം ആരംഭിച്ചു. അനന്ത് വന്നില്ലേ? ഇല്ലല്ലോ. അവൻ ലൈബ്രറിയിലും മറ്റും ചുറ്റി കറങ്ങാണ്ട് ഇങ്ങെത്തുവോ? എന്താ ചേട്ടത്തി കാര്യം? പ്രഭാകരനൊന്നും അറിയാത്തതുപോലാണല്ലോ ചോദിക്കുന്നത്. അരുന്ധതി ഗൗരവത്തിലായി. അറിയില്ല, അതാണല്ലോ സത്യവും. എന്തു പറ്റി അതാദ്യം പറയൂ. എന്റെ വീട്ടിൽ ഇപ്പോഴുള്ളത് വളർന്ന് 17-ലെത്തി നിൽക്കുന്ന ഒരു കന്യകയല്ല. അവളുടെ പുറകെ വട്ടം ചുറ്റി നടക്കാനും കിരണ്ടാനും അത് പറയാനാണ് ഞാൻ വന്നത്. അരുന്ധതിക്ക് സങ്കടം പൊട്ടുകയായിരുന്നു. എന്റെ വിഷ്ണു, എന്റെ പൊന്നുമോൻ, അവൻ മരിച്ചിട്ട് 5 ആയുള്ളൂ മാസം. അവന്റെ വിധവയും അവന്റെ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്നവളുമാണ് വിനു. മനസാക്ഷി ഉണ്ടെങ്കിൽ ഇപ്പോൾ അവൾക്ക് നിങ്ങൾ ആരും വിവാഹം ആലോചിക്കല്ലേ. പകരം സമാധാനമായി ഒന്ന് പ്രസവിക്കാനെങ്കിലും അനുവദിക്കാമായിരുന്നു. അതിനിപ്പോ എന്താ ചേച്ചി ഉണ്ടായേ? സംസാരം കേട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന രാജേശ്വരി ചോദിച്ചു. ഇനി എന്തുണ്ടാകാൻ? ഒറ്റ മാസേ ആയുള്ളൂ വിനു ജോലിക്ക് കയറിയിട്ട്. ആ ഓഫീസിലും ചെന്നിരിക്കുന്നു അനന്തു. പോരെ? പ്രഭാകരൻ മറുപടി പറഞ്ഞില്ല. രാജേശ്വരിയും. പ്രഭാകര, അറിയാലോ, ഇന്നോളം നമ്മൾ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. മറുവാക്ക് പറഞ്ഞിട്ടുമില്ല. ശാന്തിയും കൊട്ടാരപ്പറമ്പും 2 അല്ല 1 ആയിരുന്നു ഇന്നോളം. അരുന്ധതിയുടെ ശബ്ദം മുറുകി. എന്നാൽ 1 അല്ല 2 ആണെന്ന് ഇനിമേൽ കരുതാനും എനിക്ക് മടിയില്ല. അത് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. പ്രഭാകരന് നെഞ്ചിലൊരു നടുക്കമുഴായിരുന്നു അരുന്ധതിയുടെ ആ വാക്കുകൾ. അരുന്ധതിയുടെ സ്നേഹവശമേ ഇന്നോളം കണ്ടിട്ടുള്ളൂ. പിണങ്ങിയാൽ എങ്ങനെയിരിക്കും? ആ വശം പ്രഭാകരന് അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ അയാൾ വല്ലാതെ ഭയപ്പെടുകയും ചെയ്തു. ഈ സമയം ശാന്തിയിലെ വാതിൽ കടന്ന് അകത്തേക്ക് കയറുകയായിരുന്നു അനന്തു. എൻ്റെ ആരുമല്ല, എനിക്ക് അയാളെ അറിയില്ല. വിനുവിൻ്റെ ആ വാക്കുകൾ എന്തുകൊണ്ടെന്നറിയില്ല ഒരു കൊടുങ്കാറ്റായി അനന്തുവിൻ്റെ നെഞ്ചിൽ ആ ഞാഞ്ഞു വീശി. വഴിയിൽ നിന്നാൽ കണ്ടില്ലാത്ത മട്ട് നടിക്കുക, ഓഫീസിൽ വന്നപ്പോൾ ആരുമല്ലെന്ന് തുറന്നടിച്ചു പറയുക, വീട്ടിലേക്കാണെങ്കിലോ വിലക്കും. വയ്യ, നെഞ്ചിനുള്ളിൽ വിങ്ങുന്നത് അത്രയും. പറഞ്ഞൊഴിപ്പിച്ചില്ലെങ്കിൽ ഹൃദയം പൊട്ടുമെന്ന തോന്നലായി അനന്തുവിന്. വിലക്കുണ്ടെങ്കിലും സാരമില്ല, വീട്ടിലേക്ക് തന്നെ ചെല്ലാം. വല്യമ്മ തല്ലിയാലും സാരമില്ല, ചെല്ലുക തന്നെ. അനന്തു ശാന്തിയിൽ ചെല്ലുമ്പോൾ വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. അരുന്ധതിയെ കാണുന്നില്ല. വിനു കണ്ടു. അവൾ മുറിയിൽ കിടക്കുകയാണ്. എല്ലാ മര്യാദകളും അനന്തു മറന്നു. മുറിക്കുള്ളിലേക്ക് കയറി. വിനു, അവൻ വിളിച്ചു. വിനു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ മിഴികൾ അപ്പോഴും പൊട്ടി ഒഴുകുകയായിരുന്നു. അവനെ കണ്ടതോടെ ആ കണ്ണീരിനിടയിലൂടെ അഗ്നി ആളാൻ തുടങ്ങി. നീയോ? വിനു വിരൽ ചൂണ്ടി. വിനു എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ആര് തന്നു? ആരും തന്നിട്ടില്ല. ഇനി ചേട്ടത്തിന്ന് വിളിക്കാൻ മനസാക്ഷി സമ്മതിക്കുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ആനന്ദോ എനിക്ക് ഈ ശിക്ഷ? അവൾ ചോദിച്ചു പോയി. ഞാനൊരു വിധവയാണ്. 1000 കണ്ണുകൾ എൻ്റെ മേൽ എപ്പോഴുമുണ്ട്. എന്നിട്ടും എന്തിനെൻ്റെ ഓഫീസിൽ വന്നു? എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാനല്ലേ അത്? അല്ലേ? അല്ല. അന്ന് ആ കോഫി ഹൗസിൽ വെച്ച് ഞാനൊരു കാര്യം പറയാൻ ശ്രമിച്ചു. വിനു നിന്നില്ല. അതൊന്ന് പറഞ്ഞു തീർക്കാൻ മാത്രം. എനിക്ക് കേൾക്കണ്ട, അതാണ് ഞാൻ അന്ന് ഓടിപ്പോന്നത്. വിനു കർക്കശമായി പറഞ്ഞു. ഇനി എന്നെ അത് കേൾപ്പിക്കാനായിട്ട് അനന്തു ഇവിടെ നിൽക്കണ്ട, പോകണം. എനിക്ക് പറയാനുള്ളത്. അനന്തു, പോകാനാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ നിലവിളിക്കും, ആള് കൂടും. വിനു വാശിയോടെ പറഞ്ഞു. നിലവിളിക്കും, ആള് കൂടും? എത്ര നിസ്സാരമായി വിനു പറഞ്ഞു അത്. വിനു വിധവയായ വിനുവിന്റെ മുറിയിൽ തന്നെ പോലൊരു ചെറുപ്പക്കാരൻ. വ്യാഖ്യാനം എന്തായിരിക്കും അറിയാമോ? വിനുവിന്റെ കണ്ണുകളിൽ ഒരു നടുക്കമുണ്ടായി. ആളുകൾക്കിടയിൽ കഥകൾ ഉണ്ടാക്കിയാനോ വ്യാഖ്യാനം കണ്ടെത്താനോ ഒന്നുമല്ല എൻ്റെ ശ്രമം. ആനന്ദ് തുടർന്നു. നിങ്ങൾ എൻ്റെ ചേട്ടത്തിയമ്മ തന്നെയായിരുന്നു, വിഷ്ണു മരിക്കും വരെ. അത് കഴിഞ്ഞ് എപ്പോഴോ എങ്ങനെയോ നിങ്ങൾ എൻ്റെ മനസ്സിൽ ചേട്ടത്തി അല്ലാതായി. സഹതാപം കൊണ്ടോ സ്നേഹം അധികരിച്ചത് കൊണ്ടോ ആകാം. പിന്നെ കാണുന്ന പെൺകുട്ടികളെയൊക്കെ നിങ്ങളുടെ രൂപം എൻ്റെ മനസ്സിൽ മിഴിവോടെ നിന്നു. എങ്കിലെന്തുകൊണ്ട് ചേട്ടൻ്റെ വിധവയ്ക്ക് ഒരു ജീവിതം കൊടുത്തുകൂടാ? അറിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ആത്മാവ് പോലും സന്തോഷിക്കുകയുള്ളൂ. അങ്ങനെ തോന്നി. പ്രതിമ പോലെ നിൽക്കുകയാണ് വിനു. അനന്ത് തുടർന്നു. അപ്പോഴാണ് വിനു ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. എൻ്റെ മനസ്സിനെ പിൻവലിക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഒരു പക്ഷേ എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന ജീവിത പങ്കാളിക്ക് വിനുവിൻ്റെ രൂപം തന്നെ ആയിരുന്നിരിക്കാം. വിനുവിൽ ഒരു തേങ്ങലാണ് ആ വാക്കുകൾ ഉണ്ടാക്കിയത്.
അതുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര വർഷം വേണ്ടി വന്നാലും എന്നെങ്കിലും വിനുവിന്റെ മനസ്സിൽ വിഷ്ണുവിന് മീതെ എനിക്ക് സ്ഥാനം ലഭിക്കുന്നുവോ അന്ന് വരെ കാത്തിരിക്കാൻ തയ്യാറാണ് ഈ അനന്തു. അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിനുവിനെ കാണാൻ വന്നത്. അവിശ്വസനീയതയോടെ വിനു നോക്കി. സത്യം, വിനുവിനെ മാത്രമല്ല, എന്നായാലും വിനുവിന്റെ കുഞ്ഞിനെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയും. എന്നെക്കാളും രാജുവിനേക്കാളും കൂടുതൽ വിഷ്ണുവിനെ സ്നേഹിച്ച് വളർത്തിയ അച്ഛൻ്റെ മകനാണ് ഞാൻ. വിഷ്ണുവിൻ്റെ മകനെ അന്യനായി കാണാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. ഈ വാക്കാണ് ഉറപ്പ്. ഇനി വിനുവിന് തീരുമാനിക്കാം എന്തു വേണമെങ്കിലും. വിനുവിൻ്റെ കണ്ണുകൾ തുളുമ്പി. തീരുമാനം എന്തുമായിക്കോട്ടെ, പക്ഷേ ഒരപേക്ഷയുള്ളൂ. അന്യരുടെ മുൻപിൽ വെച്ച് ഞാൻ ആരുമല്ല നിനി പറയരുത് വിനു. വിനുവിൻ്റെ മനസ്സ് ആർദ്രമായി ഒരു നിമിഷത്തേക്ക്. അത്രമാത്രം ദയനീയമായിരുന്നു അനന്തുവിൻ്റെ ഭാവവും ശബ്ദവും. കുറ്റബോധം തോന്നി വിനുവിന്. ഇല്ല, ഇനി അങ്ങനെ പറയില്ല ഞാൻ, പോരെ? അവൾ പതിയെ പറഞ്ഞു ആർദ്രതയോടെ. അതും മതിയായിരുന്നു അനന്തുവിന്. ആഹ്ലാദത്തിൻ്റെ ഒരു മല നെഞ്ചിനുള്ളിലേക്ക് തള്ളിക്കയറി വന്നപ്പോൾ അനന്തുവിൻ്റെ നിയന്ത്രണം വിട്ടു. സ്വയം മറന്നു. ഒരു നിമിഷം വിനു അനന്തുവിൻ്റെ കരവലയത്തിനുള്ളിലായി. കൊട്ടാരപ്പറമ്പിൽ നിന്ന് പ്രക്ഷുബ്ധമായ മനസ്സോടെ തിരിച്ചെത്തിയ അരുന്ധതി അപ്പോൾ വിനുവിൻ്റെ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു. നടുങ്ങി തെറിച്ചുപോയി വിനു. എന്താണ് ഈ കാട്ടിയത്? ചി! ഇരട്ടി ശക്തിയോടെ കുതിറിപ്പിടഞ്ഞവൾ അകന്നു. ഇറങ്ങടാ പുറത്ത്! ശക്തമായ കിതപ്പോടെ വിനു വിരൽ ചൂണ്ടി. വാതിക്കലേക്ക് സ്തംഭിച്ചു നിൽക്കുകയാണ് അനന്തു. അടിയോടെ തകർന്ന്. അവൻ പോലും പ്രതീക്ഷിക്കാത്തതാണ് നടന്നത്. ചി! അവൻ തന്നെ അറച്ചു. പോകാനല്ലേ പറഞ്ഞത്? അനന്തു അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ വിനുവിന് കലി കയറി. അവനെ പിടിച്ചവൾ വാതിക്കലേക്ക് തള്ളി. ഇറങ്ങിപ്പോകാനല്ലേടാ പറഞ്ഞത്? നിന്റെ ഒരടവ്, സൂത്രം, സഹതാപം എല്ലാം ഇതിനായിരുന്നോടാ? ഭർത്താവില്ലാത്ത എന്നോട് സഹതാപം എന്തിനായിരുന്നു ആ സഹതാപം? ഭർത്താവില്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങുന്നത് ഓർത്തപ്പോഴാണോ സഹതാപം തോന്നിയത്? അല്ലേ? ഉറക്കറയിൽ ഒരു കൂട്ട് അല്ലേടാ? വിനു, ഇങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. അനന്ത് പറയാനാഞ്ഞു. നോ, ഒറ്റ അക്ഷരം മിണ്ടി പോകരുത്. ഇറങ്ങ്. മേലാൽ ഇക്കാര്യം പറഞ്ഞ് എൻ്റെ മുൻപിൽ വന്നേക്കരുത്. അത്യന്തം കോപത്തോടെ അവൻ്റെ മുൻപിലേക്ക് ഒരടി കൂടി നീങ്ങി നിന്നിട്ട് വിനു പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ ഓർത്തോ, ഫലം എൻ്റെ ജീവന്റെ നാശമായിരിക്കും. അനന്ത് തളർന്നു. തളർച്ചയോടെ പിന്തിരിഞ്ഞു വാതിക്കലേക്ക്. കണ്ണിൽ കന്നക്കൾ കട്ടകളുമായി വാതിലിനപ്പുറത്ത് അരുന്ധതി. വിനുവും കണ്ടവരെ. അനന്ത് നടുങ്ങിപ്പോയി. ഈ നിമിഷം മരിച്ചു വീണെങ്കിൽ വിനു അങ്ങനെ ആഗ്രഹിച്ചു പോയി. ഈശ്വര, ഇവളെ നീ എങ്ങനെയെല്ലാം പരീക്ഷിക്കുന്നു, ശിക്ഷിക്കുന്നു. അരുന്ധതി അനന്തുവിനോട് ഒരക്ഷരം പോലും സംസാരിച്ചില്ല. അനന്തു അത്യന്തം വിഷമത്തോടെ പടിയിറങ്ങിപ്പോയി. വിനുവിനോടും ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാത്തതായിരുന്നു വിനുവിന് ഏറെ സങ്കടവും. അമ്മേ, ഞാൻ വിനു പറയാനാഞ്ഞു. വേണ്ട, വിശദീകരിക്കണ്ട, അരുന്ധതി തടഞ്ഞു. അതോടെ വിനു പൂർവാധികം തളർന്നു. അമ്മ തന്നെക്കുറിച്ച് തെറ്റായി ധരിക്കുന്നുണ്ടോ? 1-ാം തീയതിയായി. ആദ്യത്തെ ശമ്പളം വാങ്ങിയ വിനു വീട്ടിലെത്തിയ പാടെ അരുന്ധതിക്ക് നീട്ടി. അവരത് വാങ്ങിയില്ല. എനിക്കെന്തിനാണ് നിന്റെ ശമ്പളം? അരുന്ധതി മെല്ലെ പറഞ്ഞു. മാസാമാസം കൈ നീട്ടി നിന്റെ ശമ്പളം വാങ്ങിക്കൂട്ടി വെക്കാനായിരുന്നില്ല ഞാൻ നിന്നെ ജോലിക്ക് അയച്ചത്, അറിയാലോ, അവർ പറഞ്ഞു. വിനു മറുപടി പറഞ്ഞില്ല. അനന്ത് വന്ന അന്ന് അമ്മയുടെ മുഖം വാടിയതാണ്. സ്നേഹക്കുറവില്ല. എന്നാലും അന്നത്തെ സംഭവത്തിന് ശേഷം അമ്മയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. അതവൾക്ക് നന്നായിട്ടറിയാം. വിനുവിന് അതാണ് സങ്കടവും. സന്തോഷവും സമാധാനവും എന്നേ അസ്തമിച്ചിരിക്കുന്നു. അതിനു മീതെ ഒരു കുടന്ന തീ കോരിയിടാൻ മാത്രമേ അനന്തുവിൻ്റെ പ്രവൃത്തിക്ക് കഴിഞ്ഞുള്ളൂ. അതും തൻ്റെ തലവിധി. ഒരു ഞായറാഴ്ച ശ്രീനിവാസനും ലീലാവതിയും കൂടി ശാന്തിയിലെ എത്തി. കുറേയേറെ പലഹാരക്കൂട്ടങ്ങളുമായി. എന്തിനാ ലീലാവതി വെറുതെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത്? അരുന്ധതി സ്നേഹപൂർവ്വം ശാസിച്ചു. വിനു വല്ലതും ഒന്ന് കുറച്ചെങ്കിലായി. ആഹാരം തീരെ വേണ്ട. ഇതൊക്കെ ഒരു ചടങ്ങല്ലേ ചേച്ചി? എൻ്റെ കുട്ടി വിധിയില്ലാത്തോളാ. എന്നാലും ചടങ്ങുകൾ മുടക്കണ്ടെന്ന് കരുതി. ലീലാവതി ദീർഘമായി നിശ്വസിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇപ്പൊ എത്ര ആഹ്ലാദിക്കേണ്ടതാണ് ഈ സമയത്തൊക്കെ. കണ്ണീരല്ലാണ്ട് എന്താ ഇപ്പൊ എൻ്റെ കുഞ്ഞിനുള്ളത്? കുറെ കൂടി മുമ്പേ നടത്തേണ്ട ചടങ്ങാണ് ഈ വയറ് കാണലും മറ്റും. ഇത്തിരി വൈകിക്കോട്ടെ എന്ന് മനഃപൂർവ്വം കരുതിയിട്ട് തന്നെ. അരുന്ധതി പിന്നെ എതിര് പറഞ്ഞില്ല. ലീലാവതി അകത്തേക്ക് ചെന്നു. കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറുകയായിരുന്നു വിനു. ലീലാവതി അങ്ങോട്ട് ചെന്നു. എന്താ അമ്മേ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വിനു അമ്മയെ കണ്ട സന്തോഷത്തോടെ ചോദിച്ചു. നിന്നെ കാണാൻ മുൻകൂട്ടി അറിയിച്ചു വേണോ? ലീലാവതി പരിഭവിച്ചു.
നിനക്ക് ഞങ്ങളെ ആരെയും കാണണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെയാണോ? ഞാനൊരു പെറ്റ തള്ളയല്ലേ? എന്തിനാമ്മ ഇങ്ങനെ ജോലിക്ക് പോയി തുടങ്ങി, ശമ്പളം കിട്ടി, എന്നിട്ട് നീ ചിറ്റാഴത്തേക്കൊന്നു വന്നോ? നിന്നെ പഠിപ്പിച്ചത് ഞാനും നിന്റെ അച്ഛനും കൂടെ അല്ലേ? അതിനെന്താ അമ്മേ? ആദ്യം കിട്ടുന്ന ശമ്പളം നിന്റെ അച്ഛൻ്റെ കയ്യിലല്ലേ കൊടുക്കേണ്ടത്? ശമ്പളം അപ്പാടെ ആ ഷെൽഫിലുണ്ടമ്മേ, ആരും ചെലവാക്കിയിട്ടില്ല. അമ്മയ്ക്ക് വേണോ? തരാം, ആർക്ക് വേണേലും തരാം. ഇവിടെ ഇപ്പോൾ കാശിനെന്താ പഞ്ഞം? ലീലാവതി ചോദിച്ചു. അവിടെ ആണെങ്കിൽ എന്നും ആവശ്യങ്ങളല്ലേ? പറമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അച്ഛൻ്റെ പെൻഷനും കൊണ്ടല്ലേ കഴിഞ്ഞുകൂടുന്നത്. കുറേ പണം കിട്ടിയാലെന്താ, അധികമായി പോവോ? അമ്മ പറഞ്ഞത് സത്യമാണ്. പണത്തിന് ചിറ്റാഴത്ത് ബുദ്ധിമുട്ടില്ല എന്ന് കരുതി കുറേ പണം കൂടി കിട്ടിയാൽ അതത്ര അധികമാവുകയുമില്ല. താൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. വിനു ഷെൽഫ് തുറന്ന് പണം എടുത്ത് ലീലാവതിയുടെ കയ്യിൽ കൊടുത്തു. ഇതാ, അമ്മ എടുത്തോളൂ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ലീലാവതിക്ക് സന്തോഷമായി. ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കാനിരുന്നു. വിഭവങ്ങൾ വിളമ്പുന്നതിനിടയിൽ ലീലാവതി ശ്രീനിവാസനെ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി. ശ്രീനിവാസൻ ഊണ് കഴിക്കാൻ തുടങ്ങിയിരുന്നു. അതിനിടയിൽ പറഞ്ഞു, അടുത്ത മാസം വിനുവിന് മാസം 7 പ്രസവത്തിന് കൊണ്ടുപോകണമല്ലോ. ഞങ്ങളൊരു മുഹൂർത്തം കുറിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടെ പറയാനാണ് വന്നത്. അരുന്ധതി സ്തബ്ധയായിരുന്നു. വിനുവിനെ പ്രസവത്തിന് കൊണ്ടുപോവുക ഇവിടെ നിന്ന്, പിന്നെ താൻ ഒറ്റയ്ക്കാവില്ലേ? വിനുവിനും അപ്രതീക്ഷിതമായിരുന്നു ആ പ്രസ്താവന. എന്താ അരുന്ധതി ഒന്നും മിണ്ടാത്തത്? ശ്രീനിവാസൻ ചോദിച്ചു. എന്തിനാ ചേട്ടാ ഒരു മുഹൂർത്തം കുറിക്കലും കൊണ്ടുപോകുമൊക്കെ? അവർ ചോദിച്ചു. ഭർത്താവ് മരിച്ചെന്ന് കരുതി അവൾ അനാഥയല്ലല്ലോ അരുന്ധതി. ചെയ്യേണ്ട ചടങ്ങുകൾ ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ എന്തു പറയും? ശ്രീനിവാസൻ ചോദിച്ചു. അരുന്ധതി വിഷമത്തോടെ വിനുവിനെ നോക്കി. ഇവൾ പോയാൽ ഞാൻ ഈ വീട്ടിൽ തനിച്ചാകും, ഈ വീട് നിശബ്ദമാവും. എന്ന് വെച്ച് സ്വന്തം വീട്ടിലേക്ക് അവൾക്ക് വരാൻ പാടില്ലെന്നുണ്ടോ? ശ്രീനിവാസന്റെ സ്വരത്തിന് അല്പം കടുപ്പം വന്നു. അരുന്ധതിക്ക് അത് മനസ്സിലായി. എങ്കിലും പറഞ്ഞു, വിനുവിന് ഓഫീസിൽ പോകാൻ ഇവിടെ നിൽക്കുന്നതല്ലേ എളുപ്പം. ഈ 2-3 മാസത്തേക്ക് അവളുടെ ശമ്പളം വേണ്ടാന്ന് വെച്ചൂടെ? ആകാം, എന്ന് വേണമെങ്കിലും അവധി എടുത്തോളാൻ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല, ഇവിടെ ആകുമ്പോൾ ഡോക്ടർ സൂസന്നെ അടുത്തുണ്ട്. അവിടെയുണ്ട് അരുന്ധതി ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെ. ശ്രീനിവാസൻ പറഞ്ഞു. ഇവിടെ എന്തുറപ്പിച്ചിട്ടാ ചേച്ചി ഞങ്ങൾ മോളെ നിർത്തുന്നത്? ലീലാവതി ചോദിച്ചു. നിങ്ങൾ 2 ആളും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ? രാത്രിയിൽ പെട്ടെന്നൊരാവശ്യം വന്നാലോ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് വന്നാലോ ആരുണ്ട് സഹായത്തിന്? ഒരു വണ്ടിയെങ്കിലും കിട്ടുമോ രാത്രിയിൽ? അവിടെ ആണെങ്കിൽ വിനുവിൻ്റെ അച്ഛനും ആനന്ദും എപ്പോഴും ഇല്ലേ? അരുന്ധതി മുട്ടുമടക്കിപ്പോയി. ഇനി വിലക്കാൻ പഴുതുകളൊന്നുമില്ല. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ, അരുന്ധതി പറഞ്ഞു. ശ്രീനിവാസൻ വിജയഭാവത്തിൽ ലീലാവതിയെ നോക്കി. അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു ഒരു വിജയസ്മിതം. വിനുവിനെ ചിറ്റാഴത്തേക്ക് പ്രസവത്തിന് കൊണ്ടുപോകുന്നു. വാർത്ത പ്രഭാകരന്റെ ചെവിയിലെത്തിയതോടെ അയാൾ ആകെ നീറ് കടിച്ച മട്ടിലായി. ശ്രീനിവാസൻ ചാണക്യനാണെന്ന് പ്രഭാകരന് മനസ്സിലായി. വിനുവിന്റെ പോക്ക് തടഞ്ഞേ മതിയാകൂ. പക്ഷെ എങ്ങനെ? രാത്രി പ്രഭാകരൻ അനന്തുവിന്റെ മുറിയിലെത്തി. എടാ, വിനുവിനെ ചിറ്റാഴത്തേക്ക് കൊണ്ടുപോകുന്നു പ്രസവത്തിന്. അതിനെന്ത് എന്ന മട്ടിൽ അനന്ത് നോക്കി. പ്രസവം കഴിഞ്ഞ് സാവകാശം വിവാഹം മതി, കാത്തിരിക്കുക എന്നല്ലേ നീ പറഞ്ഞത്? ആ, അവൻ മൂളി. വിവാഹം? അവളുടെ മുമ്പിൽ ചെല്ലാൻ പോലുമുള്ള അനുവാദം നിഷേധിക്കപ്പെട്ടിരിക്കുമ്പോഴാണ് വിവാഹം. വിനു ചിറ്റാഴത്തേക്ക് പോവുകയാണെന്ന് പ്രഭാകരൻ അല്പം കൂടി ഊന്നി പറഞ്ഞു. പോകട്ടച്ചാ, പോയിക്കോട്ടെ. പക്ഷേ തിരിച്ചു വരാൻ വേണ്ടി നീ മഞ്ഞു കൊള്ളണ്ട. എൻ്റെ ആശകളൊക്കെ മലർപ്പൊടിക്കാരൻ്റെ ആശകളായി തുലഞ്ഞു. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താച്ചാ ഈ പറയുന്നത്? എടാ, അവൾ ഇനി ശാന്തിയിലേക്ക് മടങ്ങി വരില്ലെന്ന് എന്നാര് പറഞ്ഞു അച്ഛനോട്? എന്നോട് ആര് പറഞ്ഞതായാലും അതാ സത്യം. അനന്ത് മിഴിച്ചു നിന്നു, ഒന്നും മനസ്സിലാകാതെ. പ്രസവം കഴിഞ്ഞ് അവിടെ തന്നെ വെച്ച് അവളുടെ വിവാഹം എത്രയും വേഗം നടത്താനാണ് ശ്രീനിവാസന്റെ പ്ലാൻ. വിനുവിന്റെ മുറച്ചിറക്കൻ നന്ദനുമായിട്ട് അനന്തുവിന്റെ പെരുവിരലിൽ നിന്ന് ഒരു പെരുപ്പ് കയറി. നന്ദനെ അനന്തുവിനറിയാം. 2 വർഷം മുമ്പായിരുന്നു വിവാഹം. 6 മാസത്തിനുള്ളിൽ ഭാര്യ മരിക്കുകയും ചെയ്തു. വിനു സമ്മതിച്ചോ? അറിയില്ല. വല്യമ്മയ്ക്ക് സമ്മതമാണോ? ചേട്ടത്തി അറിഞ്ഞിട്ടുണ്ടാവില്ല. പ്രഭാകരൻ അത്യന്തം ഗൗരവമായിട്ട് തന്നെ തുടർന്നു. ഇത് ശ്രീനിവാസന്റെ മാത്രം ബ്രെയിനാണ്, അതീവ രഹസ്യവും. ഇപ്പോൾ ചടങ്ങനുസരിച്ച് അങ്ങ് കൊണ്ടുപോവുക. പ്രസവത്തിന് 2-3 മാസം ഉണ്ടല്ലോ. പ്രസവം കഴിഞ്ഞാൽ വിശ്രമത്തിനും 3-4 മാസം. എല്ലാം കൂടി 6-7 മാസത്തെ കാലാവധി ധാരാളമാണ്. അത്യന്ത നിരാശയോടെ പ്രഭാകരൻ തുടർന്നു. ആ വീട്ടിൽ നന്ദന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നും എപ്പോഴും കയറി ഇറങ്ങാം. ശ്രീനിവാസന്റെ ലീലാവതിയുടെ ഒത്താശയോടെ വിനുവുമായിട്ടടക്കാം.
ചെറുപ്പം മുതൽ കണ്ടു വളർന്നവരല്ലേ അവർ. അയാൾ വിചാരിച്ചാൽ പെട്ടെന്ന് വിനുവിന്റെ മനസ്സ് മാറ്റാൻ കഴിയും. അച്ഛാ, അനന്ത് സങ്കടപ്പെട്ടുപോയി. സംശയിക്കണ്ടടാ, നിനക്ക് കഴിയാത്തത് അവൻ സാധിച്ചെടുക്കും, പ്രഭാകരൻ പറഞ്ഞു മുനവെച്ച്. ആ നന്ദന് വിനുവിനെ മതി. പക്ഷേ ശ്രീനിവാസന്റെ ലക്ഷ്യം വിനുവിന്റെ പേരിലുള്ള പണമാണ്. അത് കൈക്കലാക്കാൻ വേണ്ടി അയാൾ എന്ത് തന്ത്രവും മെനഞ്ഞെടുക്കും, തീർച്ചയാണ്. അപ്പോൾ വിനു തനിക്ക് നഷ്ടപ്പെടുന്നു. അനന്തു അങ്ങനെ തന്നെ ഉറപ്പിച്ചു. അത് അവനെ ശ്വാസം മുട്ടിച്ചു. എത്രയായിട്ടും ആ മുഖം മറക്കാൻ അനന്തുവിന് കഴിയുന്നില്ല. വൈകുന്നേരം ബസ്സിൽ നിന്ന് ഇറങ്ങി വരികയാണ് വിനു. അവൾക്ക് മുമ്പിൽ ബൈക്ക് ചവിട്ടി നിർത്തിയ അനന്തു. അന്നത്തെ സംഭവത്തിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച. ഉള്ളാകെ വെറുപ്പ് നിറഞ്ഞു. വെറുപ്പ് മുഖത്തും കണ്ണുകളിലും പടർന്നപ്പോൾ തല വെട്ടി തിരിച്ച് വിനു നടന്നു. വിനു പ്ലീസ്, അനന്തുവിൻ്റെ സ്വരത്തിൽ യാചനയുണ്ടായി. അവൾ നിന്നു. ഇത് വഴിയാണ്, അവൾ പറഞ്ഞു. വിനു ചിറ്റാഴത്തേക്ക് പോവുകയാണോ? അവൾ പറഞ്ഞത് ഒട്ടും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ അനന്തു വീണ്ടും ചോദിച്ചു. ആണെങ്കിൽ? ഉള്ളിലെ വെറുപ്പ് വിനു വാക്കുകളിലേക്ക് ആവാഹിച്ചു. ആണെങ്കിൽ തടയാൻ ഞാൻ ആര്? തടയില്ല താനും. അവസാനമായി ഒന്നുകൂടെ കാണാമെന്ന് കരുതി. അനന്തുവിൻ്റെ ശബ്ദം നേർത്തു. അതെന്താ, പ്രസവത്തോടെ ഞാനങ്ങ് ചത്തുപോകുമെന്ന് കരുതിയോ? അയ്യോ അല്ല. പിന്നെ അവസാനത്തെക്കുറിച്ച് പറഞ്ഞത്? ഇങ്ങോട്ടിനി വരില്ലാത്തത് കൊണ്ട്. വരില്ലെന്നോ? ആര് പറഞ്ഞു ഇത്? നന്ദനുമായുള്ള വിവാഹം നടന്നാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നത് എന്തിന്? നന്ദനോ? വിനു നെറ്റി ചുളിച്ചു. ഏത് നന്ദൻ? വിനുവിൻ്റെ മുറച്ചിറക്കൻ. അയാൾ കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു. വിനുവിൻ്റെ അച്ഛനും അത് സമ്മതമാണ്. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? വിനു പല്ല് കടിച്ചു. സത്യം, സത്യം മാത്രം, അനന്ത് തറപ്പിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ വിനു ചിറ്റാഴത്തേക്കൊന്ന് വിളിച്ചു നോക്ക്. വിനുവിൻ്റെ ഉള്ളിൽ ഒരിടി മുഴങ്ങി. സത്യമാണോ ഇത്? പ്രസവത്തിന് എന്ന പേരും പറഞ്ഞ് ശാന്തിയിൽ നിന്ന് വിനുവിനെ ഇറക്കുകയാണ് വിനുവിൻ്റെ അച്ഛൻ്റെ ലക്ഷ്യം. വിനുവിൻ്റെ കണ്ണുകൾ ഒന്ന് കത്തി. ഒന്നേ എനിക്ക് പറയാനുള്ളൂ. നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞത്. നന്ദന് വേണ്ടി സമ്മതം മൂളുമ്പോൾ ഒന്ന് ചിന്തിക്കണം. എന്നേക്കാൾ എന്ത് മേന്മയാണ് അയാൾക്കുള്ളതെന്ന്. വിനുവിന് എന്നേക്കാൾ യോഗ്യൻ അയാളാണെങ്കിൽ ഷുവർ, ഞാൻ പിന്മാറുന്നു. അത്രയും പറഞ്ഞ് അനന്ത് തൻ്റെ ബൈക്കിൽ കയറി. ബൈക്ക് നീങ്ങി. എന്തേ ആളുകൾ ഇങ്ങനെ? തൻ്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠയും വെപ്രാളവും. ഗർഭത്തോടെ സ്വീകരിക്കാൻ ഒരാൾ, പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിനെ കൂട്ടി ഏറ്റെടുക്കാൻ ഒരാൾ. എന്താണ് തനിക്ക് ഇത്രയേറെ പ്രത്യേകത? അതവൾക്ക് മനസ്സിലായില്ല. അനന്ത് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നറിയാൻ വിനു ചിറ്റാഴത്തേക്ക് വിളിച്ചില്ല. അവളെ കൊണ്ടുപോകാൻ മുഹൂർത്തം കുറിച്ച ദിവസം തന്നെ ശ്രീനിവാസനും ലീലാവതിയും കാറുമായിട്ടെത്തി. വിനു പക്ഷേ കുളിച്ചില്ല, പോകാൻ ഒരുങ്ങിയില്ല, വന്നവരെ ശ്രദ്ധിച്ചതുമില്ല. ലീലാവതി അന്താളിപ്പോടെ മകളെ നോക്കി. എന്താ മോളെ നീ ഒരുങ്ങാത്തത്? സമയമായി. ഞാൻ വരുന്നില്ലമ്മേ, ഒടുവിൽ വിനു പറഞ്ഞു. എന്താ പെണ്ണെ നീ പറയുന്നത്? ലീലാവതിക്ക് നെഞ്ചിടി പേറി. വരുന്നില്ലെന്നോ? അതെ. എന്താടി വരില്ലാത്തത്? ശ്രീനിവാസൻ അവർക്കരികിലേക്ക് വന്നു. എൻ്റെ പ്രസവം ഇവിടെ മതി. എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. മറ്റാരാ പറയേണ്ടത്? എന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ? ഇവിടെ ഡോക്ടർ സൂസന്നയുണ്ട്. എനിക്ക് അവരുടെ അടുത്താകുന്നതാണ് ഇഷ്ടം. 22 വയസ്സ് വരെ നിന്നെ നോക്കിയ ഡോക്ടർ അവിടെ ഇപ്പോഴും ഉണ്ട്. ശ്രീനിവാസന്റെ സ്വരം കല്ലിച്ചു. അതൊന്നും എൻ്റെ പ്രസവത്തിനായിരുന്നില്ലല്ലോ അച്ഛാ. എന്താടി നിനക്കിപ്പോൾ ഒരു മനംമാറ്റം? എന്നാൽ പിന്നെ അന്ന് പറഞ്ഞുകൂടായിരുന്നോടി? അല്ലെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നല്ലോടി വരണ്ടാന്നു. ശ്രീനിവാസന് കലി കൊണ്ടു. ഞാനെന്താ നിന്റെ കളിപ്പിള്ളയാണോടി? വിനുവിന് കണ്ണുകൾ നിറഞ്ഞു. ലീലാവതി അമ്പരന്ന് നിൽക്കുകയാണ്. എന്താണ് ഇവൾ ഇങ്ങനെ? വിനുവിൻ്റെ മനംമാറ്റം അരുന്ധതിക്ക് ഒരു അത്ഭുതമായിരുന്നു. ആദ്യത്തെ പ്രസവം, അത് സ്വന്തം അമ്മയുടെ അടുത്താകുന്നതാണ് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം. ഈ കുട്ടിക്ക് പിന്നെ എന്തു പറ്റി? അരുന്ധതി അവൾക്ക് അരികിലെത്തി. എന്താ മോളെ ഇങ്ങനെയൊക്കെ? അച്ഛനെ അമ്മയെ വിഷമിപ്പിക്കുന്ന എന്തിനാ? വിനുവിൻ്റെ കണ്ണുകൾ തുളുമ്പി. ഞാൻ പോകുന്നതാണോ അമ്മയ്ക്കും ഇഷ്ടം? അരുന്ധതിക്ക് അതുവരെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ നീരസവും പറന്നുപോയി. എൻ്റെ മോൾ അമ്മയോട് ഇങ്ങനെ ചോദിക്കല്ലേ? അവർ അവളെ തലോടി. ശ്രീനിവാസൻ അവർക്കരികിലേക്ക് പാഞ്ഞു വന്നു. അത്യന്തം രോഷത്തോടെ അരുന്ധതിയുടെ കൈ തട്ടിമാറ്റി. എല്ലാറ്റിനും കാരണം നിങ്ങളാണ്. നിങ്ങൾ എൻ്റെ മോളെ പറഞ്ഞ് പാട്ടിലാക്കി വെച്ചു. എന്നിട്ട് നാടകം കളിക്കുന്നു. അച്ഛാ, വിനു ദേഷ്യത്തോടെ വിളിച്ചു. അരുന്ധതി അന്താളിപ്പോടെ അവരെ നോക്കി. വാടി ഇവിടെ. ശ്രീനിവാസൻ വിനുവിൻ്റെ കൈയിന്മേൽ പിടിച്ചു വലിച്ചു പുറത്തേക്ക് നടന്നു. നിന്നെ കൊണ്ടുപോകാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, അത്രയ്ക്കായോ? വിനു കുതറിപ്പിടഞ്ഞു, കരഞ്ഞു. അച്ഛാ, വിടച്ചാ, മോളെ വിട്. ചേട്ടൻ എന്താണ് ഈ ഭ്രാന്ത് കാണിക്കുന്നത്? അരുന്ധതി ഓടിച്ചെന്ന് വിനുവിനെ പിടിച്ചു. അതെ, ഇത് ഭ്രാന്ത് തന്നെ. കൂടുതൽ രോഷത്തോടെ ശ്രീനിവാസൻ അരുന്ധതിയെ പിടിച്ചൊരു തള്ളു.
അരുന്ധതി മുറ്റത്തേക്ക് കമിഴ്ന്നടിച്ചു വീണു. അയ്യോ അമ്മേ! വിനു ശ്രീനിവാസന്റെ കൈ ശക്തമായി കുതിറിച്ച് വിടുവിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശ്രീനിവാസൻ സമ്മതിച്ചില്ല. ബലമായി തന്നെ വിനുവിനെ കാറിനുള്ളിലാക്കി. അന്തം വിട്ട് നിൽക്കുകയാണ് ലീലാവതി. ശ്രീനിവാസൻ ഇങ്ങനെ ഒരു അതിസാഹസം ചെയ്യുമെന്ന് അവരും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയാണോ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങ്? ഇത് ക്രൂരമാണ്. ബലമായി പിടിച്ചു തള്ളിയും ഉന്തി ഉരുട്ടിയും കൊണ്ടുപോവുക. ശ്രീനിവാസൻ കണ്ടു ലീലാവതിയുടെ ആ നിൽപ്പ്. കേറടി! ശ്രീനിവാസൻ ലീലാവതിയുടെ നേരെ തട്ടിക്കയറി. അവർ ഭയന്ന് കാറിനുള്ളിലേക്ക് കയറി. നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണോ? അമ്പരന്ന് നോക്കുന്ന ഡ്രൈവർക്ക് നേരെയും ശ്രീനിവാസൻ അലറി. ഡ്രൈവർ വണ്ടിയെടുത്തു. കാർ നീങ്ങി ഗേറ്റ് കടന്നു പാഞ്ഞു. ശ്രീനിവാസന്റെ ശക്തിക്ക് മുൻപിൽ വിനുവിന്റെ ബലം ചോർന്നു പോയിരുന്നു. അമ്മയ്ക്ക് എന്തു പറ്റി? ഒന്ന് നോക്കാൻ പോലും സമ്മതിച്ചില്ല അച്ഛൻ. വിനുവിന്റെ മനസ്സ് വെറുപ്പ് നിറഞ്ഞ് കട്ടിയാവുകയായിരുന്നു. ചിറ്റാഴത്തെത്തിയതും വിനു തന്റെ അനുജനെ വിളിച്ചു. ആനന്ദ്, എനിക്കൊരു വണ്ടി വിളിക്കണം. എനിക്ക് ഉടനെ മടങ്ങിപ്പോകണം. വിനു പറഞ്ഞു. ആനന്ദ് അമ്പരന്നു. എന്താ ചേച്ചി ഈ പറയുന്നത്? ഉടനെ മടങ്ങണമെന്നോ? പിന്നെന്തിനാണ് വന്നത്? വന്നതോ? വരുന്നില്ലാന്ന് 100 തവണ ഞാൻ പറഞ്ഞു. നമ്മുടെ അച്ഛൻ എന്നെ ബലമായിട്ട് വലിച്ചടിച്ച് കാറിൽ കയറ്റി. എൻ്റെ പിറകെ ഓടി വന്ന വിഷ്ണുവിൻ്റെ അമ്മയെ അച്ഛൻ പിടിച്ചു തള്ളി മുറ്റത്തേക്കിട്ടു. എന്തു പറ്റിയെന്ന് നോക്കാൻ പോലും അച്ഛൻ സമ്മതിച്ചില്ല. എനിക്ക് പോകണം. അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയണം. വിനു ഉറക്കെ പറഞ്ഞു. എന്താ അച്ഛാ ഇത്? ഇത്രയ്ക്ക് ക്രൂരത അച്ഛൻ എന്തിന് ചേച്ചിയോട് കാട്ടി? ആനന്ദ് ചോദിച്ചു. ഞാൻ പണ്ടേ ക്രൂരനാണ്. പട്ടാളത്തിലായിരുന്നപ്പോൾ ഒരുപാട് ശത്രുക്കളെ കൊന്നിട്ടുണ്ട്. ശ്രീനിവാസന്റെ സ്വരം കല്ലിച്ചു. അത് ശത്രുക്കളെയല്ലേ അച്ഛാ? ഇതും ശത്രു തന്നെ. എന്താ സംശയം? എൻ്റെ മകളെ ഇങ്ങോട്ട് വിടാതെ പിടിച്ചു വെക്കുന്നവര് ശത്രു തന്നെ. ആ അമ്മയെ കിട്ടിയതെൻ്റെ ഭാഗ്യമാണെന്ന് അച്ഛൻ തന്നെ ഒരു 100 തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിനു പറഞ്ഞു. അതന്ന്, ഇന്ന് മാറ്റി പറയാം. ഇന്നെന്താച്ചാ പ്രത്യേകത? അന്നും ഇന്നും ഞങ്ങൾ അമ്മായിയമ്മയും മരുമകളും തന്നെ. അന്നും ഇന്നും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിൻ്റെ അടുത്ത് എള്ളിട പോലും വ്യത്യാസമില്ല. പിന്നെ എങ്ങനെ അമ്മ അച്ഛന് ശത്രുവാവും? എനിക്കതറിയണം. ദൃഢഭാവമായിരുന്നു വിനുവിന്. ലീലാവതി എല്ലാം കേട്ട് മാറി നിന്നു. ആനന്ദ് മാത്രമല്ല, അനുവും വല്യമ്മച്ചിയും ഒക്കെ അവർക്ക് മുമ്പിൽ നിന്നിരുന്നു. നിന്നെ അവർ പിടിച്ചു വെച്ചു, ശരിയല്ലേ? ശ്രീനിവാസൻ ചോദിച്ചു. തെറ്റ്. എന്നെ പിടിച്ചു വെച്ചതല്ല, ഞാൻ അവിടെ തനിയെ നിന്നതാണ്. അത് തന്നെ പറഞ്ഞത്. നിന്നെ അവർ പാട്ടിലാക്കി. അവർ പറയുന്നതാണ് നിനക്ക് വേദവാക്യം. എനിക്ക് തിരിച്ചറിവുണ്ടച്ചാ, വിനു പറഞ്ഞു. നല്ലതും ചീത്തയും തെറ്റും ശരിയും ഒക്കെ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. ഇല്ല, നിനക്കറിയില്ല. നീ വെറും മണ്ടി. അതാണ് നിനക്ക് ചുറ്റും നടക്കുന്ന ഒന്നും നീ അറിയാത്തത്. എന്ത് നടക്കുന്നെന്ന്? നിന്നെ അവിടെ തന്നെ കെട്ടിയിടാൻ അവർ ശ്രമിക്കുന്നു. അതറിയോ നിനക്ക്? എന്തിന്? എന്തിനെന്ന്? ഇതാണ് ഞാൻ പറഞ്ഞത്, നീ മണ്ടിയാണെന്ന്. ശ്രീനിവാസൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. പണത്തിനു വേണ്ടി? അല്ലാതെന്ത്? പണത്തിനു വേണ്ടിയോ? വിനു നെറ്റി ചുളിച്ചു. അതെ, നിന്റെ പേരിൽ എത്ര ലക്ഷങ്ങളാണ് ബാങ്കിലുള്ളതിപ്പോൾ? ആ പണം കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാനും പദ്ധതി ഒരുക്കുന്നത്. വിനു മിഴിച്ചു നിന്നു. അനിയന്റെ മകനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ. അറിയോ നിനക്ക്? ആ പ്രഭാകരൻ ഇവിടെ വന്നു. അയാളുടെ മൂത്ത മകൻ ആ അനന്തുവിന് വേണ്ടി നിന്റെ കല്യാണം ആലോചിക്കാൻ. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ വയറ്റിൽ കിടക്കുന്ന കൊച്ചുമായി നിൽക്കുന്ന നിന്നെ കെട്ടാൻ അവൻ തയ്യാറാകുമോടി? വിനു ഞെട്ടിത്തെറിച്ചു പോയി. ആണോ? പണത്തിന് വേണ്ടി മാത്രമാണോ അനന്ത് തന്നെ മോഹിക്കുന്നു എന്ന് പറഞ്ഞത്? വിനു ശ്രീനിവാസനെ നോക്കി. ലീലാവതി വീണ്ടും ശ്രീനിവാസനിൽ അവളുടെ കൂർത്ത നോട്ടം ചെന്നു. എനിക്കിപ്പോൾ ഒരു സത്യം അറിയണം. വരില്ല എന്ന് പറഞ്ഞ് എന്നെ എന്തിനിവിടേക്ക് ബലമായി കൊണ്ടുവന്നു എന്ന്. ശ്രീനിവാസൻ വിളറി. പണത്തിനു വേണ്ടി തന്നെ അല്ലേ അച്ഛാ? ശ്രീനിവാസൻ മിടയിറക്കി. എന്താണ് അച്ഛൻ്റെ പ്ലാൻ? എന്താ? നന്ദേട്ടനുമായി എടുത്ത കരാറ്? വിനു ശബ്ദമുയർത്തി. ശ്രീനിവാസൻ ലീലാവതിയെ നോക്കി. എന്നെ മറക്കണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. എന്നെയും കുഞ്ഞിനെയും നന്ദേട്ടന് കൊടുത്തിട്ട് എൻ്റെ പേരിലുള്ള പണം മാത്രം അച്ഛന്. അതാണോ ഒപ്പിട്ട കരാർ? മതിയടി പറഞ്ഞത്. ശ്രീനിവാസൻ മുരണ്ടു. നീ ഇത്തിരി കൂടി പോകുന്നു വിനു, ലീലാവതിയും പറഞ്ഞു. ഞങ്ങളിപ്പോൾ നിനക്കാരുമല്ല അല്ലേടി? അല്ല, ആരുമല്ല. എൻ്റെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഈ അവസരത്തിൽ എന്നെ ഇത്രമാത്രം നോവിക്കില്ലായിരുന്നു. വിനു തേങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീനിവാസന്റെ മുൻപിൽ കൈകൂപ്പി. എന്നെ വെറുതെ വിടച്ച. എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെയും അല്പ സ്വസ്ഥത എനിക്ക് കിട്ടിക്കോട്ടെ. അതിന് എത്ര ലക്ഷം രൂപ അച്ഛന് പ്രതിഫലം വേണം? മടിക്കണ്ട, പറഞ്ഞോളൂ, ഞാൻ എഴുതിത്തരാം. ശ്രീനിവാസ ലീലാവതി നോക്കി. ലീലാവതി വിളറി തളർന്ന് ഭിത്തിമേൽ ചാരി നിൽക്കുകയാണ്. എൻ്റെ വിഷ്ണുവിൻ്റെ ജീവൻ കളഞ്ഞിട്ട് പകരം കിട്ടിയതാണ് ആ പണം.
അതിൽ 10 പൈസ പോലും ഞാൻ ഇന്നോളം എടുത്തിട്ടില്ല. അമ്മയും ചെലവഴിച്ചിട്ടില്ല. എൻ്റെ വിഷ്ണുവിൻ്റെ ശരീരം പിച്ചി പറിച്ചെടുക്കുന്ന വേദനയാണ് ആ പാസ്ബുക്കിൽ തൊടുമ്പോൾ പോലും എനിക്കും അമ്മയ്ക്കും. അറിയോ നിങ്ങൾക്ക്? നിറമിഴികളോടെ കിതപ്പോടെ വിനു ലീലാവതിക്ക് മുമ്പിൽ നിന്നു. അമ്മയും കൂട്ടു നിന്നല്ലോ അച്ഛന്. വിനു ചോദിച്ചു. ഇങ്ങനെ ഒരവസ്ഥ അമ്മയ്ക്ക് വന്നിരുന്നെങ്കിൽ അമ്മ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? പറയമ്മേ. മോളെ, ലീലാവതി കരഞ്ഞു. നീ ഇങ്ങനൊന്നും പറയല്ലേ. ഈ സമയത്ത് വിഷമിക്കാതിരിക്കേ. എന്തിന്? എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടിയോ? വിനു പരിഹാസം പോലെ ചോദിച്ചു. എത്രയ്ക്ക് വേണ്ടു വിചാരവും മനസാക്ഷിയും അമ്മയുടെ നെഞ്ചിലുണ്ടായിരുന്നെങ്കിൽ എന്നെ അവിടെ നിന്ന് വലിച്ചിഴയ്ക്കുമായിരുന്നു അമ്മേ. ഇടറി പൊട്ടിക്കരഞ്ഞവൾ വീണ്ടും ചോദിച്ചു. എൻ്റെ വിഷ്ണുവിൻ്റെ അമ്മയെ ആ മുറ്റത്തേക്ക് തള്ളിയിടുമായിരുന്നു അമ്മേ. എന്ത് തെറ്റാണ് അവർ ഇന്നോളം നിങ്ങളോടൊക്കെ ചെയ്തത്? അനുവും ആനന്ദും മാത്രമല്ല, വല്യമ്മച്ചി പോലും ശ്രീനിവാസനെ കുറ്റപ്പെടുത്തലോടെ നോക്കി. എന്താ അച്ഛാ അച്ഛൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ? ആനന്ദ് ചോദിക്കുകയും ചെയ്തു. ചേച്ചി അവരുടെ ഇഷ്ടത്തിന് വിടുന്നതല്ലേ നല്ലത്? നീ പോടാ. ശ്രീനിവാസന് ദേഷ്യം ഇരട്ടിച്ചു. ഒരാൾ മരിച്ചിട്ട് ആ ജീവന് കിട്ടിയ വിലയാണ് ആ പണം. അതിനവകാശി ചേച്ചിയും കുഞ്ഞും മാത്രമാണ്. ആ പണത്തിന് അച്ഛൻ ആർത്തി പിടിക്കുന്നതോ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നതോ ഒട്ടും ശരിയല്ല. ആർക്കു വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് പണം കൊണ്ട് ഒന്നും നേടണ്ട, പോരെ? ആനന്ദ് പുറത്തേക്കിറങ്ങി. വിഷ്ണുവേട്ടന്റെ ജീവന്റെ വിലയിൽ നിന്ന് പിച്ചിപ്പറിച്ച പണം എനിക്കും വേണ്ട, അനുവും പ്രഖ്യാപിച്ചു. ശ്രീനിവാസൻ അവർക്ക് നേരെ കൈ ഓങ്ങി. അനു അകത്തേക്ക് പാഞ്ഞു. വല്യമ്മച്ചി എണീറ്റ് വിനുവിന്റെ അരികിൽ വന്നു. മോളെ, കെട്ടിയോ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥയോ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്ത യാതനകളോ ഒന്നും നിന്റെ അമ്മയ്ക്കോ അച്ഛനോ അറിയത്തില്ല കുഞ്ഞെ. അവരൊക്കെ എല്ലാം തികഞ്ഞോര്. ആ. നീണ്ട ഒരു നെടുവീർപ്പോടെ വല്യമ്മച്ചി വിനുവിന് തലോടി. 25 വർഷമായി ഞാനത് അനുഭവിക്കുന്നു. വല്യമ്മച്ചിയുടെ കുഴിവുള്ള ഞൊറിവുള്ള കണ്ണുകളിൽ വേദനയുടെ തീക്കുമുട്ടൽ, കണ്ണീരിൻ്റെ തിളക്കം. നമ്മൾ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും മറ്റുള്ളവർ. അതിനു പോലുള്ള അവകാശം നമുക്കില്ല കുഞ്ഞെ. കണ്ണീർ തുടച്ച് വല്യമ്മച്ചി പറഞ്ഞു. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ കാലമല്ല നിൻ്റേത്. നീ അങ്ങനെ ആകരുത് മോളെ. നീ എവിടെ നിൽക്കണം, നീ എന്ത് ചെയ്യണം എന്ന് നീ തന്നെ തീരുമാനിക്കണം. മറ്റുള്ളവർക്ക് അതിൽ ഒരു കാര്യമില്ല. വല്യമ്മച്ചി ദൃഢസ്വരത്തിൽ പറഞ്ഞു. എൻ്റെ കുട്ടിയിലേക്ക് ശാന്തിയിലേക്ക് പോണോ? പൊയ്ക്കോ. ഈ വല്യമ്മച്ചി ഉണ്ട് മോൾക്ക് കൂട്ട്. പൊയ്ക്കോ. വിനുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. മുഖത്ത് ധൈര്യവും തൻ്റെടോ സ്ഫുരിച്ചു. എടാ ആനന്ദേ, വല്യമ്മച്ചി വിളിച്ചു. എന്തോ? ആനന്ദ് കയറി വന്നു. എടാ, ഒരു വണ്ടി വിളിച്ച് നീ ഇവളെ കൊണ്ടുപോയി അവിടെ വിട്. ആ തള്ള കരയുകയായിരിക്കും. അവരെ പിടിച്ചു തള്ളിയിട്ട് അവർക്ക് എന്ത് പറ്റിയോന്ന് പോലും നോക്കാണ്ട നിന്റെ തന്ത ഇവളെയും കൊണ്ട് പോകുന്നത്. കെട്ടിയോൻ ചത്ത പെണ്ണുമ്പിള്ളയാ അവര്. നിന്റെ പെങ്ങളും അതെ. പോരെങ്കിലും വയറ്റ് കണ്ണിയും അതുങ്ങളുടെ ശാപം കണ്ണീരും ഈ ചിറ്റാഴത്ത് വീഴിക്കണ്ടടാ. നിന്റെ തന്തയ്ക്കല്ല, നിനക്ക് അത് ഫലിക്കുക. ഓ, ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല തള്ളയ്ക്ക് ചിലപ്പോൾ. ഇപ്പൊ കണ്ടില്ലേ വല്ല കുഴപ്പമുണ്ടോന്ന്? ശ്രീനിവാസൻ കലി കൊണ്ട് തുള്ളി. എടാ, ചെവിയും കണ്ണും കേൾക്കാൻ മേലാന്ന് കരുതണതാ പ്രായമായൊരു തള്ളയ്ക്ക് എപ്പോഴും നല്ലത്. നിനക്കറിയാവോ? എന്ന് വെച്ച് മനസ്സ് ചത്തുപോയിട്ടില്ലടാ. ഓർമ്മയ്ക്ക് ഒരു കുറവുമില്ല, വല്യമ്മച്ചി പറഞ്ഞു. ചേച്ചി വാ, പോകാം, ആനന്ദ് വിളിച്ചു. വിനു വാതിക്കലേക്ക് നടന്നു. ചേച്ചി പോവുകയാണോ? അനു നിരാശയോടെ ചോദിച്ചു. ഒരുപാട് നാള് കൂടിയിട്ടാണ് അവളുടെ ചേച്ചി വന്നത്. ഉടനെ പോകുന്നതിൽ അവൾക്ക് സങ്കടമായി. അതെ, പോകണം, വിനു പറഞ്ഞു. അപ്പോൾ നീ പോകാൻ തീരുമാനിച്ചു അല്ലേ? ശ്രീനിവാസൻ ചോദിച്ചു. അതെ, എനിക്കിനി ഇങ്ങനൊരു മകളില്ല, അയാൾ ദൃഢമായി പറഞ്ഞു. എന്താണ് ഈ പറയുന്നേ? ലീലാവതി ചോദിച്ചു. മിണ്ടിപ്പോകരുത്, ശ്രീനിവാസൻ ലീലാവതിയുടെ നേരെ ചീറി. ഇതെൻ്റെ തീരുമാനമാണ്. എന്നെ ധിക്കരിച്ച് ഇപ്പോഴീ പടി ഇറങ്ങിയാൽ പിന്നെ 3 തരം. ഇവളെൻ്റെ മകളല്ല. വിനു കണ്ണുകൾ തുടച്ചു. എന്നിട്ട് ഇറങ്ങുക തന്നെ ചെയ്തു. വല്യമ്മച്ചി കണ്ണുകൾ തുടച്ച് വിജയഭാവത്തിൽ നോക്കി നിന്നു. സഹനം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.